Hello, good morning. Assalamu alaikum. വാലേക്കും സലാം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖം. അൽഹംദുലില്ലാ എല്ലാവർക്കും സുഖാണല്ലേ? ഓക്കെ. അപ്പം ഇന്നത്തെ ടീനപ്പിന്റെ പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നിങ്ങൾ റെഡി അല്ലേ? Are you ready? Yes. പുതിയൊരു ഡേ, പുതിയ എനർജിയോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ് അല്ലേ? ഓക്കെ. ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റോപ്പ് കംപ്ലൈനിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് എന്നുള്ളതാണ്. പരാതിപ്പെടൽ നിർത്തിയിട്ട് ജീവിക്കാൻ ആരംഭിക്കുക. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് ആദ്യം മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? റെഡി അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. And take a deep breath. ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം എടുത്തു വിടാവുന്നതാണ്. വെരി ഗുഡ്. എല്ലാവരും കണ്ണടച്ച് സ്വസ്ഥമായിട്ടിരിക്കുക. നിങ്ങൾ റിലാക്സ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. ശേഷം കണ്ണടച്ച് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളോട്ടെടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും നിങ്ങൾക്ക് ശരിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഓരോ ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോഴും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവിധ നന്മകളും പോസിറ്റീവായിട്ടുള്ള എനർജിയും നിങ്ങൾ ഉള്ളോട്ടെടുക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. ഓരോ ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോഴും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവിധ നന്മകളും നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒരു വെളിച്ചം നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം ഉള്ളോട്ടെടുക്കുക. ഹോൾഡ് ചെയ്തതിനു ശേഷം വായിലൂടെ പുറത്തേക്ക് വിടാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ശേഷം നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാം. നിങ്ങളുടെ ഓരോ അവയവങ്ങളിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാവുന്നതാണ്. ഓരോ അവയവങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകുന്തോറും നിങ്ങൾ കൂടുതൽ കൂടുതൽ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. വെരി ഗുഡ്. നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളിലേക്കും നിങ്ങളുടെ ശ്രദ്ധ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കാൽമുട്ട്, തുടയെല്ലുകള്, ഊരയുടെ ഭാഗം കംപ്ലീറ്റ് റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ വയറിന്റെ ഭാഗം, ഊരയുടെ ഭാഗം, നെഞ്ഞ്, കഴുത്തിന്റെ ഭാഗം എല്ലാം റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. ശേഷം നിങ്ങളുടെ 2 ഷോൾഡറുകൾ, 2 കൈകള്, കൈമുട്ടുകള് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കഴുത്തിന്റെ ഭാഗം, തലയുടെ ഭാഗം, മുഖം, കണ്ണ് തുടങ്ങി നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നിങ്ങളുടെ ആന്തരിക അവയവങ്ങളെല്ലാം റിലാക്സ് ആവുന്നുണ്ട്. പാൻക്രിയാസ്, കിഡ്നികൾ, ലിവർ
ഹേർട്ട് എല്ലാം റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വിശ്രമാവസ്ഥയിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാം. ഓക്കെ, വെരി ഗുഡ്. ഇനി നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് ഫോർഗിവ്നെസ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കടക്കാം. പലപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവര്, നിങ്ങൾക്ക് അറിയാത്തവര്, പല ആളുകളുമായിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മാപ്പ് പറയാൻ പറ്റുന്ന തെറ്റുകളും മാപ്പ് പറയാൻ പറ്റാത്ത രീതിയിലുള്ള തെറ്റുകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട്. സോ ഇപ്പം നിങ്ങളുടെ ഹൃദയത്തിനോട് ചേർത്ത് വെച്ച്, നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ ഹൃദയത്തിനോട് ചേർത്ത് വെച്ച് നിങ്ങളുടെ ചുറ്റിലുള്ളവരോടെല്ലാം മാപ്പ് ചോദിക്കുകയാണ്. നിങ്ങൾ വേദനിപ്പിച്ചവരും നിങ്ങൾ വേദനിപ്പിച്ചവരും നിങ്ങൾ ബുദ്ധിമുട്ടിച്ചവരും എല്ലാവരോടും നിങ്ങൾ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നിട്ട് മാപ്പ് ചോദിക്കുകയാണ്. ജീവിത സാഹചര്യം കൊണ്ട് അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഞാൻ നിങ്ങളെ അഗാധമായി വേദനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് മാപ്പ് നൽകണം എന്ന് നിങ്ങൾ അവരോട് അഗാധമായി ചോദിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ പല പല മുഖങ്ങളും പല പല സാഹചര്യങ്ങളും മിന്നിമറയുന്നുണ്ട്. പല വ്യക്തികളും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ്. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നിട്ടും നിങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. അതിൽ നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്, നിങ്ങളുടെ ഗുരുനാഥന്മാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, പരിചിതമായ പല മുഖങ്ങളുമുണ്ട്, പരിചിതമല്ലാത്ത പല മുഖങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരോടെല്ലാം നിങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ ഹൃദയത്തില് മറ്റു പല മുഖങ്ങളും ഉണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചവര്, ഇത്രയും കാലത്തിനിടയിലെ ജീവിത സാഹചര്യങ്ങൾക്കിടയില് പലപ്പോഴായിട്ട് പല കാരണങ്ങളിലായിട്ട് നിങ്ങളെ അറിഞ്ഞുകൊണ്ടും അറിയാതെയും വേദനിപ്പിച്ചിട്ടുള്ള പല ആളുകളും ഉണ്ട്. വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, പ്രവർത്തനം കൊണ്ടെല്ലാം നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുള്ളവര്, പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ കരഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വളരെയധികം വിഷമം അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല മുഖങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയുള്ള പല മുഖങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോ മുഖങ്ങളും ഓർത്തെടുക്കാനും സാധിക്കുന്നുണ്ട്. അവരോടെല്ലാം നിങ്ങൾക്ക് മാപ്പ് നൽകാവുന്നതാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നിട്ടും അവർക്ക് എല്ലാവർക്കും മാപ്പ് നൽകാവുന്നതാണ്. ജീവിത സാഹചര്യം കൊണ്ട് നിങ്ങൾ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ വാക്കുകൊണ്ട് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ആ ഒരു പ്രവർത്തനം എനിക്ക് അഗാധമായിട്ടുള്ള വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെങ്കില് ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകുകയാണ്. കാരണം ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാത്തിടത്തോളം കാലം ഞാൻ സ്വയം ഉരുകിത്തീരുകയാണ്, ഞാൻ സ്വയം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ എനിക്ക് വേണ്ടി, എന്റെ നല്ല ജീവിതത്തിന് വേണ്ടി, എന്റെ നല്ല നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകുകയാണ്. ഞാൻ എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നിട്ടും നിങ്ങൾക്ക് മാപ്പ് നൽകുകയാണ്, പൂർണ്ണമായിട്ടും മാപ്പ് നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഓരോരുത്തർക്കും മാപ്പ് നൽകാവുന്നതാണ്. വെരി ഗുഡ്. അങ്ങനെയുള്ള ഓരോരുത്തർക്കും നിങ്ങൾക്ക് മാപ്പ് നൽകാവുന്നതാണ്. വെരി ഗുഡ്. ഇപ്പം നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായിട്ടും റിലാക്സ് ആയിട്ടുണ്ട്, പൂർണ്ണമായിട്ടും റിലാക്സ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ നിന്നിട്ട് ഫോർഗിവ്നെസ്, മാപ്പ് നൽകുക എന്നുള്ള ഒരവസ്ഥ പൂർണ്ണമായിട്ടും നിങ്ങൾ ആ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒരാളോടും ദേഷ്യമോ വാശിയോ ഒന്നുമില്ല. കാരണം അതെല്ലാം നിങ്ങൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെല്ലാം നിങ്ങൾ മാപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ ഹൃദയം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറയാൻ നമ്പിൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ മനസ്സിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഇമോഷനെ കൊണ്ടുവരാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാത്തിനോടും എല്ലാവരോടും നന്ദിയാണ്. നിങ്ങളുടെ ചുറ്റിലുള്ളവരോടെല്ലാം നിങ്ങൾക്ക് നന്ദിയാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവര്, നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നവര്, നിങ്ങൾ കൂടെ നിൽക്കുന്നവര്, നിങ്ങളുടെ സുഹൃത്തുക്കള്, നിങ്ങളുടെ മാതാപിതാക്കള്,
നിങ്ങളുടെ അധ്യാപകര്, എല്ലാവരോടും നിങ്ങൾക്ക് നന്ദിയാണ്. നന്ദി എന്നുള്ള ഒരു ഇമോഷൻ ഇങ്ങനെ മനസ്സിലേക്ക് നിറഞ്ഞു വരട്ടെ. നിങ്ങൾക്ക് എല്ലാത്തിനോടും നന്ദിയാണ്, എല്ലാവരോടും നന്ദിയാണ്. പറ്റുന്നിടത്തോളം നിങ്ങളുടെ മനസ്സിലേക്ക് നന്ദി എന്നുള്ള ഒരു ഇമോഷനെ കൊണ്ടുവരാം. വെരി ഗുഡ്. ഇനി നിങ്ങളുടെ മനസ്സിലേക്ക് സ്നേഹം, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ്, സ്നേഹത്തെ കൊണ്ടുവരാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാത്തിനോടും സ്നേഹമാണ്, എല്ലാവരോടും സ്നേഹമാണ്. നിങ്ങളുടെ ചുറ്റിലുള്ള എല്ലാത്തിനോടും നിങ്ങൾക്ക് സ്നേഹമാണ്. നിങ്ങളുടെ മാതാപിതാക്കള്, നിങ്ങളുടെ ഗുരുക്കന്മാര്, നിങ്ങളുടെ പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ വീട്ടുകാര്, നാട്ടുകാര്, കൂട്ടുകാര്, എല്ലാവരോടും നിങ്ങൾക്ക് സ്നേഹമാണ്. അഗാധമായിട്ടുള്ള, ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹം നിങ്ങൾ അവരിലേക്ക് ചൊരിയുകയാണ്. നിങ്ങളുടെ ചുറ്റിലുള്ള എല്ലാ വസ്തുക്കളോടും നിങ്ങൾക്ക് സ്നേഹമാണ്. നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങളുടെ മൊബൈൽ ഫോൺ, നിങ്ങളുടെ ലാപ്ടോപ്പ്, നിങ്ങളുടെ മുന്നിലുള്ള പുസ്തകങ്ങള്, നിങ്ങളുടെ ഓരോ വസ്തുക്കളോടും നിങ്ങൾക്ക് സ്നേഹമാണ്. നിങ്ങളുടെ ശരീരത്തിനോട് നിങ്ങൾക്ക് അഗാധമായിട്ടുള്ള സ്നേഹമാണ്. നിങ്ങളുടെ കഴിവുകളോട് നിങ്ങൾക്ക് സ്നേഹമാണ്. നിങ്ങളുടെ വീട്, നിങ്ങളുടെ ചുറ്റുപാട്, എല്ലാത്തിനോടും നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം എന്നുള്ള വികാരം നിറഞ്ഞു കവിഞ്ഞു തുളുമ്പട്ടെ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ നന്ദി, സ്നേഹം എന്നുള്ള ഇമോഷൻ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു തുളുമ്പുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. സൂപ്പർ, മാഷാഅല്ലാ. കുറച്ച് സമയം നിങ്ങൾക്ക് അതിൽ ഇങ്ങനെ ജീവിക്കാവുന്നതാണ്. നന്ദി, സ്നേഹം എന്നുള്ള ഒരു ഇമോഷനിൽ ഇങ്ങനെ ജീവിക്കാവുന്നതാണ്. ശേഷം നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിജയത്തിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നത്, എന്തെല്ലാം വിജയങ്ങളാണ് നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. വെരി ഗുഡ്. അപ്പൊ കുറച്ച് സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വിജയത്തിൽ ഇങ്ങനെ ജീവിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് മെല്ലെ മെഡിറ്റേഷനിൽ നിന്ന് തിരിച്ചു വരാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം എടുത്തു വിടാവുന്നതാണ്. ഓക്കെ, ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം ഉള്ളോട്ട് എടുക്കുക. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവിധ നന്മകളും, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും, ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗിവ്നെസ്, സ്നേഹം എല്ലാം നിങ്ങൾക്ക് ദീർഘമായിട്ടുള്ള ഒരു ശ്വാസത്തോടു കൂടി ഉള്ളോട്ട് എടുക്കാവുന്നതാണ്. ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം വായിലൂടെ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങളെ വിഷമപ്പെടുത്തുന്ന ചിന്തകള്, എന്തെങ്കിലും ഇമോഷൻസ്, എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ശ്വാസം പുറത്തേക്ക് വിടുന്നതോടുകൂടി നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. വൺസ് അഗൈൻ ശ്വാസം ഉള്ളോട്ടെടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് പുറത്തേക്ക് വിടാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി നിങ്ങൾക്ക് നല്ല കണ്ണ് തുറന്ന് തിരിച്ചു വരാവുന്നതാണ്. തിരിച്ചു വന്നവർക്ക് കൈകൾ തമ്മിൽ കൂട്ടി തിരുമ്മി തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. തിരിച്ചു വന്നവരൊക്കെ പെട്ടെന്ന് വീഡിയോ മോഡിൽ വരിക. ഓക്കെ, വെരി ഗുഡ്. ജസ്റ്റ് ഇന്നത്തെ ഒരു മെഡിറ്റേഷനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഒന്നോ രണ്ടോ ആളുകൾ ജസ്റ്റ് ഒന്ന് പറയാം, എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? ഇന്നത്തെ മെഡിറ്റേഷൻ അടിപൊളിയായിരുന്നു. എന്നത്തെ പോലെ ആദ്യം എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പം എനിക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് കുറെ ആൾക്കാർ താങ്ക്സ് പറയാനും എല്ലാം കൂടെ അടിപൊളിയാണ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഒരാളും കൂടെ. ആരാ പറയുന്നത്? മറ്റുള്ളവർ തിരിച്ചെത്തിയിട്ടില്ല? ഓക്കെ, ഓക്കെ, റൂബ. ഓക്കെ, റൂബ പറഞ്ഞോളൂ. മിസ്സേ, ഓള് പറഞ്ഞ പോലെ തന്നെ ആദ്യമൊന്നും തീരെ ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കൊറേയൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അടുത്ത ക്ലാസ് ഒക്കെ ആകുമ്പോത്തിന് ഇതിലേറൊക്കെ റെഡി ആവും. ഓക്കെ, അപ്പൊ കുറെ ആൾക്കാർക്കും
മാപ്പ് പറയാനും നന്ദി പറയാനും ഒക്കെ പറ്റി, സ്നേഹം പ്രകടിപ്പിക്കാനൊക്കെ പറ്റി. അടിപൊളിയായിരുന്നു. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. ഇൻഷാല്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞല്ലോ സ്റ്റോപ്പ് കംപ്ലൈനിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് എന്നുള്ളതാണ്. നമ്മൾ പരാതിപ്പെടൽ നിർത്തിയിട്ട് ജീവിക്കാൻ ആരംഭിക്കുക, അല്ലെ? ഇപ്പം നിങ്ങൾക്കറിയാം, കൗമാരക്കാരായ കുട്ടികളാണ് നിങ്ങൾ ഓരോരുത്തരും. നമുക്ക് നമ്മുടെ മുന്നിലുള്ള പരാതികള് പലതിനോടും നമ്മൾ കാണുന്ന ഒരു രീതി, നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ ഓരോ സിറ്റുവേഷനെയും കാണുന്നത്, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളെക്കാൾ അപ്പുറത്തേക്ക് എനിക്ക് അതില്ല, ഇതില്ല, അല്ലെങ്കിൽ ഒന്നിനും സമയം തികയുന്നില്ല, ഞാനൊന്നും ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ പറയുന്ന പല കൗമാരക്കാരായ കുട്ടികളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഏഹ് എന്തെല്ലാം പരാതികളാണ് നിങ്ങൾ ഈ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം പരാതികളാണ് നിങ്ങൾക്ക് ഉള്ളത്? കൂടുതലായിട്ട് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന പരാതികൾ എന്തൊക്കെയാണ്? ജസ്റ്റ് പുസ്തകവും പെണ്ണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് എഴുതുക. ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതുക എന്തെല്ലാം പരാതികൾ കൂടുതലായിട്ട് നിങ്ങളിപ്പം നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഒരു പരാതി, ഒരു കംപ്ലൈന്റ് എന്താണ്? കാണുന്ന ഒരു പരാതി എന്താണ്? പെട്ടെന്ന് എഴുതിട്ടോ. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരിക. ഇതെല്ലാം പരാതികളാണ് നിങ്ങൾ ഈ ലോകത്തോട് കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾക്ക് പറയാനുള്ള പരാതികൾ എന്തൊക്കെയാണ്? ജസ്റ്റ് എഴുതുക, എന്നിട്ട് ഒരു 3 പേര് ഒന്ന് ജസ്റ്റ് പറയാ. ഓക്കെ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, പാരന്റ്സ് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ചുമതലകളൊന്നും എന്തെങ്കിലും വർക്കോ അതിന് ചുമതലകൾ തന്നാൽ അതൊന്നും വേണ്ട രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും ടെൻഷനാണ്, ഡിപ്രഷനാണ്, എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നില്ല, എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പഠിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഒന്നിനും സമയം തികയുന്നില്ല, ഞാൻ ചെയ്യുന്നതൊക്കെയും ഒക്കെ തെറ്റിപ്പോവാണ്. അങ്ങനെയൊക്കെയുള്ള പരാതികൾ ഉള്ള ആളുകളാണോ നിങ്ങള്? അല്ലെങ്കിൽ ചുറ്റിലുള്ളവർക്കൊക്കെ ഫ്രണ്ട്സിനൊക്കെ എന്ത് നല്ല ഹാപ്പിയാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ സിറ്റുവേഷൻസ് ഒക്കെ എന്തൊരു അടിപൊളിയാണ്, പക്ഷെ ഇന്റേതൊന്നും ഒരു വൈബില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരാണോ? എന്തൊക്കെയാണ് നിങ്ങളുടെ പരാതികള്? എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. എന്തൊക്കെയാണ് നിങ്ങളുടെ പരാതികള്? എന്റെ പരാതി എന്ന് വെച്ചാ കൂടുതലായിട്ട് സ്കൂളിൽ കൂടുതലായിട്ട് പഠിക്കാൻ തരും, പക്ഷെ അതൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. ഉറക്കം കൂടുതലാണ്. പിന്നെ വർക്ക്സ് ഒന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരാളെ ഏൽപ്പിച്ച വർക്ക്സ് ഒന്നും ചെയ്യും, പക്ഷെ അതിന്റെ ഒരു ടൈമിന് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ടൈമിന് തന്നെ ചെയ്യണതാണ് ഇഷ്ടം, പക്ഷെ അതിനൊന്നും പറ്റുന്നില്ല. ഓക്കെ, ഇനി അതുപോലെ ബാക്കിയുള്ളവരുടെ പരാതികളൊക്കെ എന്തൊക്കെയാണ്? നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ പരാതിപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നെക്സ്റ്റ് ആര് പറയും? നീത പറഞ്ഞ മാതിരി എന്തേലും വർക്ക് തന്നാല് അത് നമുക്ക് ആ ടൈമിൽ ചെയ്യാൻ കഴിയൂല. സ്കൂളിൽ നിന്നായാലും ഫ്രണ്ട്സ് ഒക്കെ എന്തേലുമൊക്കെ തന്നാലും ആ ടൈമിന് കറക്റ്റ് ആയി ചെയ്യാൻ പറ്റൂല. ഒരു പരാതിയാണല്ലേ. ഓക്കെ, നെക്സ്റ്റ് റൂബ. അവള് പറഞ്ഞ പോലെ തന്നെ പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അത് വേണ്ട രീതിക്കാണ് പറ്റണില്ല. പിന്നെ
ഓലൊക്കെ പറഞ്ഞ പോലെ തന്നെ വർക്ക്സ് ഒക്കെ തന്നാലും ആ ടൈമിനൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ ഉറക്കം നല്ലോണം കൂടുതലാണ്. ബുക്ക് എടുത്താൽ അപ്പൊ ഉറങ്ങും. നെക്സ്റ്റ് ഫിദ. ഫിദ പരാതികൾ എഴുതിയിട്ടില്ലേ? എഴുതിക്കൊണ്ടിരിക്കാണ്. ഓക്കെ, എന്നാ അഫ്ലഹ. മാം ഓലൊക്കെ പറഞ്ഞ പോലെ തന്നെ പഠിക്കലാണ് ഒരു പ്രശ്നം, പിന്നെ ഉറക്കം. ഓക്കെ, അപ്പം നിങ്ങളിത് ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ സ്വയം തന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഓക്കെ, എനിക്ക് ഉറക്കാണ്, എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും വേണ്ട സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഇത്രയും കാലം അല്ലെ, ഇത്രയും സമയങ്ങൾ എന്ത് ചെയ്തു, അത് സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. നിങ്ങൾ ഒരു പക്ഷെ ഒരു ദിവസത്തില് എത്രയോ തവണ ആവർത്തിച്ച് ഈ കാര്യങ്ങൾ നിങ്ങളോട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നിട്ടുണ്ടാവും. നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും വായിക്കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ, നമുക്ക് ഉറക്കം വരികയാണ്, പഠിച്ചാനിരുന്ന അപ്പൊ ഉറക്കം വരികയാണ് എന്നുള്ളത് പല തവണ നിങ്ങൾ ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞിട്ട് അത് നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്തു, ഗ്രാസ്പ് ചെയ്തെടുത്തു. അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഓക്കെ, ഞാൻ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം എനിക്ക് ഉറക്കം വരികയാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സ് ഓൾറെഡി നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മള് നിരന്തരമായിട്ട് നമ്മുടെ മനസ്സിനോട് പറയാണ്, ഓക്കെ ഞാൻ പഠിക്കാനിരുന്നാൽ എനിക്ക് ഉറക്കം വരികയാണ് എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ എവിടെയോ അത് കുടുങ്ങി കിടക്കുന്നുണ്ട്. അതുപോലെ എന്താ, എനിക്ക് വർക്കൊന്നും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ വിചാരിച്ച രീതിയിൽ കാര്യങ്ങളൊന്നും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്താലും അത് സക്സസ് ആവുന്നില്ല എന്നുള്ള രീതിയിലുള്ള ചിന്തകള് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ ഉപബോധ മനസ്സ് നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞു നിന്നപ്പം, നിങ്ങളുടെ ബോധ മനസ്സ് നിരന്തരമായി പറഞ്ഞപ്പം നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് കയറ്റി വെച്ചു. ഇപ്പം നിങ്ങളുടെ ഉപബോധ മനസ്സ് തീരുമാനിച്ചു എന്ത് കാര്യം, നിങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞത് അതാണ്, നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞു കൊടുത്തത് അതാണ്, എന്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ചെയ്യുന്നതൊന്നും സക്സസ് ആവുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പഠിക്കാനിരുന്ന അപ്പൊ എനിക്ക് ഉറക്കം വരികയാണ്, എനിക്ക് കൂടുതലൊന്നും പഠിക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. സോ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾ എന്താണോ പറയുന്നത് അതാണ് സ്വീകരിക്കുക. അപ്പം നിങ്ങളുടെ ഉപബോധ മനസ്സ് സ്വീകരിച്ചു കഴിഞ്ഞു, ഓക്കെ ഞാൻ പഠിക്കാനിരുന്ന അപ്പം എനിക്ക് ഉറക്കം വരണം, അതങ്ങനെയാണ്. കാരണം ഉറക്കം വരണം എന്ന് ഞാൻ നിരന്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പം പഠിക്കാനിരുന്ന അപ്പൊ നമുക്കൊരു മൂഡ് ഓഫ് വരും, നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നു. അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഭയം എന്താണ്, എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച രീതിയിൽ വിചാരിച്ച സമയത്ത് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല, കാരണം ഞാൻ അങ്ങനെയാണ്, എന്റെ നേച്ചർ അങ്ങനെയാണ്, സോ ഞാൻ അങ്ങനെയാണ്, അപ്പം എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു മൈൻഡ് നമ്മുടെ ഉള്ളിലേക്ക് കൊടുത്തപ്പം സ്വാഭാവികമായിട്ടും എല്ലാ സംഗതികളിലും ആ ഒരു പാറ്റേൺ ആണ് കടന്നു വരുന്നത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാത്തിനെയും കുറ്റപ്പെടുത്താനും തുടങ്ങി. എല്ലാത്തിനും നമുക്ക് സ്വയം കുറ്റപ്പെടുത്തലാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുറ്റപ്പെടുത്തല് നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ്. നമുക്ക് സ്റ്റെക്നെസ് വരും, നമ്മുടെ ലൈഫിൽ സ്റ്റെക്നെസ് വരും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഓക്കെ, എനിക്ക് ഇപ്പൊ പഠനത്തിന്റെ വിഷയം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു സ്റ്റെക്നെസ് വരും. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ പഠിക്കാൻ ശ്രമിച്ചാൽ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ, മുന്നോട്ട് കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു സ്റ്റെക്നെസ്, ഞാൻ എത്ര ശ്രമിച്ചിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു സ്റ്റെക്നെസ് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്ത് തുടങ്ങും. അതുപോലെ അതായത് ഒരു നിസ്സഹായമായ അവസ്ഥ, നമുക്ക് എന്ത് എങ്ങനെ ഇരുന്നാലും ഞാൻ പഠിക്കാനിരുന്നാലും എനിക്ക് ഉറക്കം വരാതെ എനിക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്താ ചെയ്യാ, എനിക്കൊന്നും എനിക്ക് പഠിക്കാൻ എത്രങ്ങാനും ഓവർലോഡായിട്ട് പഠിക്കാനുണ്ട്, പക്ഷെ എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു സ്റ്റെക്നെസ് നമ്മളെ ഉള്ളിൽ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ശേഷം നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിക്ക് പകരം നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് എനർജികളാണ്. അതായത് എല്ലാ കാര്യങ്ങളിലും നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഊർജമാണ് നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് അതായത് പോസിറ്റീവായിട്ട് നമ്മൾ നല്ല ഊർജ്ജത്തോട് കൂടി ആ ചെയ്യുന്നതിന് അതായത് നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കാൻ തുടങ്ങുന്നതിന് പകരം നമ്മൾ ഒരു മൂഡ് ഓഫ് ആയിട്ട് നമുക്കൊന്നിനും പറ്റുന്നില്ലല്ലോ, പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ അപ്പൊ ഇതൊക്കെ പഠിക്കണല്ലോ, ഇതൊക്കെ പഠിച്ചാൽ എനിക്ക് മണ്ടേ കയറൂലല്ലോ എന്നുള്ള രീതിയിൽ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളും നെഗറ്റീവ് ആയിട്ടുള്ള ഊർജ്ജങ്ങളുമാണ് നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് വൈബ്രേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റിലുള്ള ആളുകൾക്കും ആ ഒരു വൈബ്രേഷൻ എത്തും. അപ്പം അവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ വൈബ് ഓക്കെ അല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും.
നമ്മൾ നല്ല വൈബാണ് അടിപൊളിയാന്നൊക്കെ പറയുന്നതിന് പകരം ഒരു വൈബ് കിട്ടുന്നില്ല, പഠിക്കാൻ ഒരു വൈബ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ലൈഫ് ഒരു വൈബിലേക്ക് പോകുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിലേക്ക് വരും. അതുപോലെ മാറ്റത്തിന് പകരം എപ്പോഴും നമ്മൾ പ്രശ്നങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, പ്രശ്നങ്ങള്, എല്ലാത്തിലും പ്രശ്നങ്ങൾ. ഞാൻ ഇരുന്ന് ഉറങ്ങി പോവാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ആ ടീച്ചർ ഓക്കെ അല്ല, അല്ലെങ്കിൽ സ്കൂൾ ഓക്കെ അല്ല എന്നുള്ള രീതിയിലുള്ള പല പല പരാതികളാണ് നമുക്ക് വരിക. പ്രത്യേകിച്ച് ടീച്ചേഴ്സിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ പറയും ആ ടീച്ചർ ഓക്കെ അല്ല, അല്ലെങ്കിൽ ആ ടീച്ചർ പഠിപ്പിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ടീച്ചർക്ക് അങ്ങനെ പ്രശ്നങ്ങളാണ് ഇങ്ങനെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടീച്ചേഴ്സിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങും, അല്ലെങ്കിൽ സ്കൂളിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് വീട്ടുകാരെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾ സാഹചര്യം ഒരുക്കി തരാത്തതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കാത്തതുകൊണ്ടല്ലേ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ബ്ലെയിമിങ് നമ്മൾ പാരന്റ്സിന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ ആ ഒരു ദേഷ്യം, ആ ഒരു എനർജി നമ്മൾ ഒഴിവാക്കുന്നത് എങ്ങനെയായിരിക്കും, നമ്മുടെ സിബ്ലിങ്സുമായിട്ട്, നമ്മുടെ അനിയന്മാരെ ഏട്ടന്മാരെ ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നൊന്നിനും അനുവദിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരോട് തല്ല് പിടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു എന്താ പറയുക നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്റ്റെക്നെസ് അല്ലെങ്കിൽ ആ ഒരു എനർജിയെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കുക, നമ്മളുടെ ഉള്ളിലുള്ള കംപ്ലൈനിങ് ആണ്, അല്ലാതെ നമ്മൾ സ്വയം കംപ്ലൈന്റ് ചെയ്യുന്ന പല കാര്യങ്ങളാണ് നമ്മൾ പോലും അറിയാതെ നമ്മൾ മറ്റുള്ളവരിലേക്കും കൂടെ അതിന്റെ ആ ഒരു എനർജി, ആ ഒരു വൈബ്രേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യണം. അല്ലെ, നമ്മളൊക്കെ സൂപ്പർ ടീൻസ് ആവാൻ ആഗ്രഹിക്കുന്ന മക്കളാണ്, സൂപ്പർ പവർ ഉള്ള മക്കളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ മൈൻഡ് സെറ്റിനെ നമ്മൾ മാറ്റണം, നമ്മളുടെ ആ ഒരു ചിന്താഗതിയെ നമ്മൾ മാറ്റിയെടുക്കണം, മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യണം. അതിന് നമുക്ക് വേണ്ടത് ആദ്യം കംപ്ലൈൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു പോസിറ്റീവായുള്ള ഷിഫ്റ്റ് നമ്മൾ മനഃപൂർവ്വം കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മൾ മുന്നേ പറഞ്ഞതാണ്, നമ്മളെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്കും അത് സാധിക്കൂല, നമ്മൾ തന്നെ ട്രൈ ചെയ്യണം. അല്ലെ, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളെ ലൈഫിൽ ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്കും അത് സാധിക്കൂല, നമ്മൾ തന്നെ തീരുമാനിക്കണം. ഓക്കെ, എനിക്ക് മാറണം. അപ്പം ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കംപ്ലൈനിങ്, നിങ്ങൾ പരാതിപ്പെടുന്ന ഒരു അവസ്ഥ, അത് മാറണം എന്നുണ്ടെങ്കിൽ വേറെ ഒരാൾക്കും മാറ്റിയെടുക്കാൻ പറ്റൂല. നിങ്ങളുടെ ടീച്ചേഴ്സിന് അത് മാറ്റിയെടുക്കാൻ പറ്റൂല, പാരന്റ്സിന് മാറ്റിത്തരാൻ കഴിയൂല, അവർക്ക് ചിലപ്പോൾ സാഹചര്യങ്ങൾ മാറ്റിത്തരാൻ പറ്റുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇപ്പം പുതിയ ടീച്ചേഴ്സ്, ചിലപ്പം പഴയ ടീച്ചേഴ്സ് മാറിയിട്ട് പുതിയ ടീച്ചേഴ്സിനെ അവിടെ കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സിന് നിങ്ങൾക്ക് നല്ല നല്ല സാഹചര്യങ്ങൾ ഒരുക്കി തരാൻ പറ്റുമായിരിക്കും. പക്ഷെങ്കിൽ അവർ സാഹചര്യം ഒരുക്കി തന്നാലും നിങ്ങളാണ് അവിടെ നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റേണ്ടത്. എനിക്ക് പഠിക്കാൻ കഴിയും, ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഉറക്കം വരുന്നത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം, ആ കാരണങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് അതിനെനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഉറങ്ങാതെ പഠിക്കാൻ പറ്റുന്നുണ്ട്. പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു എനർജിയാണ്. ഈ പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉറക്കം എന്നുള്ള ഒരു ചിന്താഗതിയെ മനസ്സിന്ന് മാറ്റിയെടുക്കുക. ഓക്കെ, ഉറക്കത്തെ കുറിച്ച് ചിന്തിക്കുകയെ ചെയ്യരുത്. നിങ്ങൾ പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പുസ്തകവും കാര്യങ്ങളൊക്കെ കൊണ്ട് പോയി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഓക്കെ, എന്റെ ഉള്ളിൽ ഒരു തീവ്രമായിട്ടുള്ള സ്വപ്നമുണ്ട്, അല്ലെ, ഒരു തീവ്രമായിട്ടുള്ള സ്വപ്നം എന്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയാ, ഒരു തീപ്പൊരി എന്റെ ഉള്ളിൽ കടന്നിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ആ ഒരു തീപ്പൊരിയെ ലോകം മുഴുവൻ കത്തിക്കപ്പെടാൻ പറ്റുന്ന രീതിയിലേക്ക് എനിക്ക് ഫ്ലറിഷ് ചെയ്യണം, എനിക്ക് അതിനെ ആളി കത്തിക്കാൻ, എന്റെ സ്വപ്നങ്ങളെ ആളി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഊർജം എന്റെ ഉള്ളിൽ വേണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും. അപ്പം ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ പഠിക്കണം, എനിക്ക് പഠിച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയങ്ങളിലേക്ക് എനിക്ക് കടന്നു പോകണം. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും ഓരോ വിജയങ്ങളെ കുറിച്ചിട്ട് മാത്രം ആലോചിക്കുക. നിങ്ങൾ ഇപ്പം 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോട് കൂടി പാസ്സാവുന്നത്, നിങ്ങൾ ഓരോ വിഷയങ്ങളും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ പഠിക്കാൻ, അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയോട് കൂടി പഠിക്കാനിരിക്കുക. ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ സ്വപ്നങ്ങളെ കുറിച്ചിട്ടും ആഗ്രഹങ്ങളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലേക്ക് കൊടുത്തിട്ട് അതെല്ലാം നേടിയെടുക്കുന്ന ഒരു സൂപ്പർ ഗേൾ ആയി മാറുന്നത്, ഒരു സൂപ്പർ ബോയ് ആയി മാറുന്നതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ കണ്ടിട്ട് പഠിക്കാനിരിക്കുക. എല്ലായിടത്തും നിങ്ങൾ എത്തുന്നിടത്തും, നിങ്ങൾ തൊടുന്നിടത്തും, നിങ്ങൾ കാണുന്നിടത്തും ഒക്കെ നിങ്ങളുടെ വിജയങ്ങൾ മാത്രം നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ ഇരിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ എനിക്ക് കഴിയൂല, എന്നെ കൊണ്ട് പറ്റൂല എന്ന് കംപ്ലൈന്റ് പറയുന്നിടത്ത് നിങ്ങൾ ഒന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഷിഫ്റ്റ് കൊണ്ടുവരാൻ ശ്രമിക്കും. അതായത് എങ്ങനെ അത് നേടണം, എങ്ങനെ എന്നെ കൊണ്ട് സാധിക്കും, ഞാൻ എങ്ങനെ നല്ല രീതിയിൽ പഠിക്കും, എനിക്ക് നല്ല രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, ഞാൻ എങ്ങനെ അത് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത കൊണ്ടുവരിക. എനിക്ക് സാധിക്കൂല എന്ന് പറയുന്നതിന് പകരം എന്താ ചെയ്യാ, ഞാൻ എങ്ങനെ അത് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ചിന്ത കൊണ്ടുവരിക. ഞാൻ എങ്ങനെ ശ്രമിക്കും,
ഓക്കെ, സാധിക്കൂല എന്ന് പറയുന്നിടത്ത്, എനിക്ക് പഠിക്കാൻ പറ്റൂല എന്ന് പറയുന്നിടത്ത് എന്ത് ചെയ്യാം, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നുള്ള രീതിയിൽ ഒരു ശ്രമം എടുത്ത് നോക്കുക. സാധിക്കൂല എന്ന് എന്തൊക്കെ തോന്നുന്നുണ്ടോ അവിടെയൊക്കെ ഒരു ശ്രമം എടുത്ത് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോവുക. അതുപോലെ ഓക്കെ, അവന് എല്ലാം ഓക്കെ ആണ്, അവൻ എന്ത് സൂപ്പറാണ്, അവൾ എന്ത് സൂപ്പറാണെന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ, ഞാൻ എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ എന്ന് തീരുമാനിച്ചിട്ട് ഒരു ചെറിയ ശ്രമം നടത്തി തുടങ്ങുക. എനിക്കും അത് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ഒരു ട്രൈ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. സോ കംപ്ലൈനിങ് മാറ്റിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് തുടങ്ങുക. റെഡി അല്ലേ? ഇനി നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന പരാതികളെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുക. ഓക്കെ, ആ പരാതിക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വശം എന്താണെന്ന് ചിന്തിക്കുക, അതിലേക്ക് മൂവ് ഓൺ ചെയ്യുക, പോസിറ്റീവ് ആയിട്ടുള്ളതിൽ ഇരിക്കുക. നിങ്ങൾ റെഡിയാണോ? ഇൻഷാല്ലാ റെഡി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ Yes, നമുക്കൊരു അഫർമേഷൻ, നമ്മുടെ ടൈം ലിമിറ്റ് ആയിട്ടുണ്ട്, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു അഫർമേഷനും കൂടെ പറയാം. ഞാൻ എൻ്റെ ജീവിതത്തില് നല്ലതിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ കഴിവുകളെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഹീറോയിനാണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നതോടുകൂടെ നിങ്ങളും പറയുക, ഞാൻ എൻ്റെ ജീവിതത്തില് നല്ലതിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ കഴിവുകളെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഹീറോയിനാണ്. ഓക്കെ, ഒരിക്കൽ കൂടെ പറയാം. ഞാൻ എൻ്റെ ജീവിതത്തിലെ നല്ലതിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ കഴിവുകളെ വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഹീറോയിനാണ്. ഞാൻ എന്റെ ജീവിതത്തിന്റെ ഹീറോയിനാണ്. വെരി ഗുഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കൈയെടുത്തോളൂ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ ഇനി പോസിറ്റീവിലേക്ക് മനഃപൂർവ്വം എന്ത് ചെയ്യാം, പോസിറ്റീവിലേക്ക് കുറച്ച് ടൈം കൊടുത്തിട്ട് സ്പെൻഡ് ചെയ്യുക. ഓക്കെ, നമ്മളുടെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നമ്മുടെ വലിയ ജീവിത വിജയത്തിലേക്ക് കാരണമാകുന്നത്. സോ നിങ്ങൾ ചെറിയ ചെറിയ മാറ്റത്തിന് തയ്യാറാവുക, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തിട്ട് മുന്നോട്ട് പോവുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പറ്റും. സോ പരാതികളെ വിട്ടിട്ട് ജീവിതത്തിലെ പുതിയ കണ്ണുകളിലൂടെ, പുതിയ മാറ്റങ്ങളിലൂടെ ജീവിതത്തെ നോക്കിക്കാണുക. നിങ്ങൾ റെഡി അല്ലേ? പരാതികളൊക്കെ ഒഴിവാക്കിയിട്ട് ജീവിതത്തെ പുതിയ അവസരങ്ങളായിട്ട് കണ്ടിട്ട് പുതിയ പുതിയ നോക്കിലൂടെ നോക്കിക്കാണുക. റെഡി അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ 3 സ്കില്ലുകൾ നിങ്ങൾ കണ്ടെത്തുക. എനിക്ക് അതില്ല ഇതില്ല എന്നൊക്കെ പരാതി പറയുന്നതിന് പകരം നിങ്ങളുടെ 3 സ്കില്ലുകൾ നിങ്ങൾ കണ്ടെത്തുക. അതുപോലെ നിങ്ങളുടെ 3 ലക്ഷ്യങ്ങൾ, നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന 3 ലക്ഷ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. സോ ഉള്ളത് വെച്ചിട്ട് മുന്നോട്ട് പോവാൻ നിങ്ങൾ റെഡി ആവുക. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ റെഡി ആവുക. റെഡി അല്ലേ? Are you ready? Yes. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ, 3 കഴിവുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് ഒന്ന് എഴുതി വെച്ചേ പെട്ടെന്ന്. നമുക്ക് 2 മിനിറ്റ്സും കൂടെ ബാക്കിയുള്ളൂ. പെട്ടെന്ന് ലിങ്ക് കട്ടായി കഴിഞ്ഞാലും നിങ്ങൾ ഈ വർക്ക് ചെയ്യുക, ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ 3 കഴിവുകൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ മൈൻഡിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന 3 കഴിവുകൾ അതെന്തൊക്കെയാണോ ജസ്റ്റ് എഴുതി വെക്കുക. നിങ്ങളുടെ ഈ ടീനപ്പിന്റെ പുസ്തകം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തും കൂടെ ആയിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തും എഴുതാൻ പറ്റുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെക്കാൻ പറ്റുന്ന നല്ലൊരു പുസ്തകമായിട്ട് ഈ ടീനപ്പിന്റെ പുസ്തകം നിങ്ങൾ മാറ്റി വെക്കുക. അങ്ങനെ പുസ്തകം ആരും, അങ്ങനെ ഒരു നോട്ട് പാഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പുസ്തകം നിങ്ങൾ ഇതുവരെ റെഡിയാക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രോഗ്രാം മുതൽ, അടുത്ത സെഷൻ മുതൽ നിങ്ങൾ എന്തായാലും അങ്ങനെ ഒരു പുസ്തകം നിങ്ങൾ കരുതി വെക്കുക. പറ്റുന്ന ആളുകളാണെങ്കിൽ പുതിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഡയറിയോ പുസ്തകമോ, ഇപ്പം 5-10 രൂപ, 5 കൊടുത്താൽ കിട്ടുമെന്ന് അറിയില്ല, 10 20 കൊടുത്താൽ ഒരു നല്ല നോട്ട്ബുക്ക് കിട്ടും. ആ ഒരു നോട്ട്ബുക്ക് നിങ്ങൾ ഇതിനായിട്ട് ടീനപ്പിനായിട്ട് കരുതി വെക്കുക. അതുപോലെ ഒരു പെന്നും, ഒരു മാജിക് പെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ അത് ഏത് പെന്നായിക്കോട്ടെ, ഒരു മാജിക് പെന്നും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ നമ്മുടെ ടീനപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. എന്നിട്ട് ആ എല്ലാ സൺഡേസും നമ്മൾ സംതിങ് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ആ ഒരു മാജിക് ബുക്കിൽ നമ്മുടെ മാജിക് പെന്ന് കൊണ്ട് നമ്മൾ എഴുതും. റെഡി അല്ലേ? ഓക്കെ, വെരി ഗുഡ്.
അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ 3 കഴിവുകളെ കുറിച്ചിട്ട് 3 കഴിവുകൾ എഴുതുക. എഴുതി കഴിഞ്ഞോ? ഓക്കെ വെരി ഗുഡ്. എഴുതി കഴിഞ്ഞവര് ചാറ്റിലൂടെയോ തംസോ ഇമോഷൻസ് എന്തെങ്കിലും അറിയിക്കുക. ഓക്കെ പെട്ടെന്ന് എഴുതാ കേട്ടോ. എഴുതി കഴിഞ്ഞവര് നിങ്ങളുടെ പുതിയ ലക്ഷ്യം, നിങ്ങളുടെ ഒരു 3 ലക്ഷ്യങ്ങള്, ഇന്നിപ്പോ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോ തോന്നുന്ന 3 ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അത് എഴുതുക. ഓക്കെ വെരി ഗുഡ്. 3 ലക്ഷ്യങ്ങൾ എഴുതുക. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇപ്പൊ ഫീൽ ചെയ്യുന്നത് ആ 3 ലക്ഷ്യങ്ങൾ എഴുതുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് അല്ലെ? നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഇപ്പൊ നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ബിലീഫ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളെ കൊണ്ട് സാധിക്കും, നിങ്ങൾക്ക് അതിന് പറ്റും, അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ള ഒരു ബിലീഫ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വലിയൊരു സംഗതി നിങ്ങളുടെ ഉള്ളിലുണ്ട്. സോ അത് മുറുകെ പിടിച്ചിട്ട് അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. യു ക്യാൻ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നോ രണ്ടോ ആളുകൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കും അതുപോലെ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കും കൂടെ നിങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ 3 കഴിവുകൾ എന്തൊക്കെയാണ്, അതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണുള്ളത്. ആദ്യം ആര് റീഡ് ചെയ്യൂ? ഓക്കെ, നമ്മുടെ ലിങ്ക് പെട്ടെന്ന് ഇപ്പൊ കട്ടാവും. ആരെങ്കിലും ഒന്നോ രണ്ടോ പേര്. ഓക്കെ, ആര് ചെയ്യും ആദ്യം? അതുപോലെ കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ എഴുതിയത് പറഞ്ഞാൽ മതി. കഴിവുകള് എന്താ സ്റ്റഡിന്റെ, പിന്നെ ടോക്കിങ്, സിംഗിങ്, പിന്നെ സ്പോർട്സിലും കഴിവുകളുണ്ട്. പിന്നെ ഗോൾസ് ഞാൻ എഴുതിയിട്ടില്ല. ഓക്കെ ഒരു 3 ഗോൾസും കൂടെ കണ്ടെത്തിയിട്ട് എഴുതുക. ഓക്കെ, എന്തെങ്കിലും നന്നായിട്ട് പാടുന്നതോ അല്ലെങ്കിൽ അതായത് ഇപ്പൊ മൈൻഡിലേക്ക് വരുന്നത് എന്താണോ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആരാ പറയാൻ പോകുന്നത്? കഴിവുകൾ പറയുകയാണെങ്കിൽ ഒന്ന് സ്റ്റഡിങ്, പിന്നെ അതുപോലെ തന്നെ സ്പീച്ചിങ്, പ്രസംഗമൊക്കെ പറയാ, അത് പിന്നിപ്പോ എന്താ, അതൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഗോൾസ് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല, എന്നാലും ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് വന്നപ്പോ ഒരു ഗോള് കിട്ടിയ എന്താന്ന് വെച്ചാല് പരാതികളില്ലാതെ കാര്യങ്ങൾ ചെയ്യാനും, പിന്നെ നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങള് ചെയ്യാന് ഒരു ട്രൈ ചെയ്യാനുള്ള. നടത്തുക. ഓക്കെ വെരി ഗുഡ്. അപ്പം ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ മോർണിംഗ് ഏറ്റവും നല്ല ഉപകാരപ്പെടുന്ന രീതിയിൽ ഏറ്റവും നല്ല സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ മോർണിംഗ് ചെയ്യാൻ സാധിക്കട്ടെ. മോർണിംഗിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. വെരി ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ദിവസമാക്കി മാറ്റുക. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ സ്മൈലൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക.